സ്വാഗതം. ഗൾഫ് ടുഡേയിലേക്ക് ഞാൻ വർഷ വിജയൻ. നോക്കാം വിശദമായ വാർത്തകൾ. പശ്ചിമേഷ്യ സമാധാന തീരത്തേക്ക് അടുക്കുന്നു. ഇറാനുമായുള്ള സമാധാന കരാർ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ ഒപ്പിടാനുള്ള സമയം തീരുമാനിച്ചിട്ടില്ലെന്നാണ് ഇറാന്റെ പ്രതികരണം. കരാർ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇറാൻ പൂർണ്ണമായും തള്ളാത്തതാണ് സമാധാന പ്രതീക്ഷകൾ നൽകുന്നത്. ഇറാനുമായുള്ള സമാധാന കരാർ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയെങ്കിലും കരാറിൽ അവ്യക്തത തുടരുകയാണ്. കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ട്രംപ്. ഇറാൻ ഒരു തരത്തിലും ആണവായുധം ലഭിക്കില്ലെന്ന് കരാറിലൂടെ ഉറപ്പാക്കും. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്ക കൈവശപ്പെടുത്തി ഉചിതമായ സമയത്ത് നശിപ്പിക്കും. കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ അന്തിമമായ ബദൽ മാർഗം തേടുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഒബാമയുടെ കാലത്തുണ്ടാക്കിയ ദുർബലമായ കരാറല്ല ഇറാനുമായി ഉണ്ടാക്കുന്നതെന്നും ട്രംപ്. എന്നാൽ കരാറിന്റെ ചട്ടക്കൂട് അന്തിമമായിട്ടില്ലെന്നും ഇന്ന് കരാർ ഒപ്പിടില്ലെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ കരാർ യാഥാർത്ഥ്യമായേക്കുമെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇടക്കാല കരാർ ആദ്യഘട്ടം മാത്രമാണെന്നും അത് പാലിക്കപ്പെടുന്നതിനനുസരിച്ചാകും ആണവ ചർച്ചകളെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. കരാർ വെർച്വലായി ഒപ്പിടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. കരാർ ഇലക്ട്രോണിക് മാർഗത്തിലൂടെയാകും ഒപ്പിടുകയെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലച്ച യുദ്ധം അവസാനിപ്പിക്കാൻ വഴി തെളിയുന്നുവെന്നത് പശ്ചിമേഷ്യയിൽ സമാധാന പ്രതീക്ഷകൾ നൽകുന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. കനത്ത ചൂടിനെ തുടർന്ന് യുഎഇയിൽ പുറം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് നാളെ മുതൽ ഉച്ചസമയത്ത് ഇളവുകൾ നൽകും. ഉച്ചയ്ക്ക് 2.5 മണിക്കൂർ തുറന്ന ഇടങ്ങളിൽ ജോലി ചെയ്യരുതെന്ന് യുഎഇ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിലക്ക് ലംഘിച്ചാൽ 50,000 ദിർഹം വരെ തൊഴിലുടമയ്ക്ക് പിഴ ചുമത്തും. ദിനംപ്രതി യുഎഇയിൽ ചൂട് കൂടുകയാണ്. ചിലയിടങ്ങളിൽ 47 ഡിഗ്രി വരെ താപനില ഉയർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ചൂട് കൂടും. അതിനിടെയാണ് പതിവ് പോലെ തൊഴിലാളികൾക്ക് യുഎഇ ഇളവ് നൽകിയിരിക്കുന്നത്. തുടർച്ചയായി 22ാം വർഷമാണ് യുഎഇ തൊഴിൽ മന്ത്രാലയം ഇത്തരത്തിൽ ഇളവ് നൽകുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണിവരെ പുറത്തു ജോലി ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മുതൽ സെപ്റ്റംബർ 15 വരെ 3 മാസമാണ് വിലക്ക്. വേനൽക്കാലത്ത് സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനും തൊഴിലാളികളെ ചൂടുമായി ബന്ധപ്പെട്ട പരിക്കുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമുള്ള യുഎഇയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം. നിയമപ്രകാരം കമ്പനികൾ തൊഴിലാളികൾക്ക് തണലും വിശ്രമ സ്ഥലങ്ങളും ഫാനും ആവശ്യത്തിന് കുടിവെള്ളവും ഒരുക്കേണ്ടതുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ ജോലി തടസ്സപ്പെടുത്താൻ കഴിയാത്ത ചില പ്രവർത്തനങ്ങൾ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതായും മന്ത്രാലയം അറിയിച്ചു. വെള്ളം, വൈദ്യുതി, ഗതാഗതം തുടങ്ങി അവശ്യ സേവനങ്ങൾ, അടിയന്തര അറ്റകുറ്റപ്പണികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പൊതുജീവിതത്തെ ബാധിക്കുന്ന പ്രത്യേക മേഖലകളിൽ സർക്കാർ അധികാരികളിൽ നിന്ന് അനുമതി തേടിയ ശേഷം തൊഴിലുടമകൾക്ക് ഇളവ് വാങ്ങാം. വിലക്ക് ലംഘിച്ചാൽ 50,000 ദിർഹം വരെ പിഴ ലഭിക്കും. കഴിഞ്ഞ തവണ 99% തൊഴിലുടമകളും നിയമം കൃത്യമായി പാലിച്ചിരുന്നു. 24 ദുബായ്. യുഎഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നാളെ ഇസ്ലാമിക കലണ്ടർ പ്രകാരമുള്ള പുതുവർഷം ആഘോഷിക്കും. ഹിജ്റ 1448 തുടക്കമാകുന്നത്. യുഎഇയിൽ നാളെ പൊതു അവധിയാണ്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷകൾ ഉണർത്തിയാണ് പുതുവർഷത്തിന്റെ കടന്നുവരവ്. ആശങ്കയുടെ ദിനങ്ങൾ അവസാനിക്കുന്നതിന്റെ സൂചനകളാണ് എങ്ങുനിന്നും വരുന്നത്. പരീക്ഷണഘട്ടം കഴിഞ്ഞുവെന്ന് ഗൾഫ് മേഖല ഒന്നാകെ പ്രതീക്ഷിക്കുന്നു. ഹിജ്റയ്ക്കും പറയാനുള്ളത് പരീക്ഷണത്തിന്റെ പാഠങ്ങളാണ്. പ്രവാചകൻ മുഹമ്മദ് നബി ജന്മനാട്ടിൽ നിന്ന് നേരിട്ട കഷ്ടതകൾ, അതിനപ്പുറം പ്രബോധനത്തിന്റെ ഭാഗമായി മക്ക വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നതിന്റെ തുടക്കമാണ് ഹിജ്റ കൊണ്ട് അടയാളപ്പെടുത്തുന്നത്. പലായനമെന്നാണ് ഹിജ്റ എന്ന വാക്കിന്റെ അർത്ഥം. ഹിജ്റ 1448 തുടക്കമാകുന്നത്. മുഹറമാണ് ഹിജ്റ കലണ്ടറിലെ ആദ്യ മാസം.
UAE ഉൾപ്പെടെ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായി 3 അവധി ദിവസങ്ങളാണ് ആഘോഷങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ദുബായ് നഗരത്തിൽ മെട്രോ, ട്രാം എന്നിവ കൂടുതൽ സമയം സർവീസ് നടത്തും. പുലർച്ചെ 5 മണി മുതൽ അർദ്ധരാത്രി 1 മണി വരെ സർവീസ് ഉണ്ടാകുമെന്ന് ദുബായ് RTA അറിയിച്ചു. വാഹനങ്ങൾക്ക് സൗജന്യ പാർക്കിങ്ങും വിവിധ എമിറേറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ബഹുനില പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ പണം നൽകേണ്ടി വരും. രാജ്യത്തുടനീളം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം ചെയ്യരുതെന്ന ഇസ്ലാം മതം വിശ്വാസികളെ പഠിപ്പിച്ച മാസമാണ് മുഹറം. ഈ മുഹറത്തിൽ സംഘർഷം അവസാനിച്ച് ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന് ആഗ്രഹിക്കാം. മുഹമ്മദ് റഹീസ്, 24, ദുബായ്. ഗസയ്ക്ക് വീണ്ടും സഹായം എത്തിച്ച UAE 544 ടൺ ഭക്ഷണവും അവശ്യ സാധനങ്ങളുമാണ് എത്തിച്ചത്. നേരത്തെയും പലതവണ UAE ഗസയ്ക്ക് സഹായം എത്തിച്ചിരുന്നു. ഗസയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും UAE ഉറപ്പു നൽകി. സൗദി അറേബ്യയിൽ സെയിൽസ്, റിസപ്ഷൻ മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇരിപ്പിടങ്ങൾ നിർബന്ധമാക്കി മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ഉത്തരവ്. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷയും മികച്ച തൊഴിലന്തരീക്ഷവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പൊതുജനങ്ങൾക്ക് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ആപ്പ് വഴി പരാതി നൽകാമെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയിലെ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിൽ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുന്ന നടപടികളുമായാണ് മാനവ വിഭവശേഷി മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സെയിൽസ് കൌണ്ടറുകളിലും റിസപ്ഷനുകളിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇരിപ്പിടങ്ങൾ നിർബന്ധമാക്കി. പല സ്ഥാപനങ്ങളിലും ജീവനക്കാർ മണിക്കൂറുകൾ നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ കർശന നിർദ്ദേശം. സ്ഥാപനങ്ങളിലെ വിശ്രമമുറികളിൽ കസേരകൾ ഉണ്ടെന്ന കാരണം പറഞ്ഞ് മാനേജ്മെന്റുകൾക്ക് ഇനി ഒഴിഞ്ഞുമാറാനാകില്ല. ജീവനക്കാർക്ക് തങ്ങളുടെ ഡ്യൂട്ടി സമയത്ത് ഇരിക്കാൻ പാകത്തിലുള്ള കസേരകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരുക്കണം. ജീവനക്കാരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ജോലിയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും പുതിയ നിയമം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. നിയമം നടപ്പിലാക്കാത്ത കമ്പനികൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും പരാതി നൽകാം. തൊഴിൽ വിപണിയിലെ സുരക്ഷയും ജീവനക്കാരുടെ അവകാശങ്ങളും ഉറപ്പാക്കാൻ ശക്തമായ പരിശോധനകൾ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. കഴിഞ്ഞ വർഷത്തിന്റെ അവസാന 3 മാസങ്ങളിൽ ഉംറ നിർവഹിച്ചത് 1 കോടിയിലധികം തീർത്ഥാടകരെന്ന് കണക്ക്. സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കണക്കുകൾ പുറത്തുവിട്ടത്. 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള 4ാം പാദത്തിലെ കണക്കുകളാണ് അധികൃതർ പുറത്തുവിട്ടത്. ഈ 3 മാസത്തിനിടെ 1,12,91,326 തീർത്ഥാടകർ ഉംറ നിർവഹിച്ചു. ഇതിൽ 57 ലക്ഷത്തിലധികം തീർത്ഥാടകർ വിദേശങ്ങളിൽ നിന്നെത്തിയവരാണ്. 55 ലക്ഷത്തോളം പേർ സൗദിക്കകത്തു നിന്നുള്ള ആഭ്യന്തര തീർത്ഥാടകരുമാണ്. ആകെ തീർത്ഥാടകരിൽ 56% പുരുഷന്മാരും 43% സ്ത്രീകളുമാണുള്ളത്. എന്നാൽ വിദേശത്തു നിന്ന് വന്നവരുടെ കണക്കെടുത്താൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. 30 ലക്ഷത്തോളം വനിതാ തീർത്ഥാടകരാണ് വിദേശങ്ങളിൽ നിന്ന് മാത്രം ഉംറയ്ക്കായി 3 മാസത്തിനിടെ മക്കയിലെത്തിയത്. വിദേശ തീർത്ഥാടകരിൽ 87%-ലധികം ആളുകളും വിമാനമാർഗമാണ് സൗദിയിലെത്തിയതെന്നും റിപ്പോർട്ട് പറയുന്നു. സൗദിക്കകത്തു നിന്നുള്ള ആഭ്യന്തര തീർത്ഥാടകരിൽ സ്വദേശികളെക്കാൾ കൂടുതൽ സൗദിയിൽ താമസിക്കുന്ന പ്രവാസികളാണ്. 29 ലക്ഷം പ്രവാസികൾ ഈ കാലയളവിൽ ഉംറ നിർവഹിച്ചു. ആഭ്യന്തര തീർത്ഥാടകരിൽ 20 ലക്ഷത്തിലധികം പേരും മക്ക മേഖലയിലുള്ളവരാണ്. ഉംറയ്ക്കൊപ്പം മദീന സന്ദർശിക്കാനും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. 57 ലക്ഷത്തിലധികം ആളുകളാണ് ഇതേ കാലയളവിൽ മദീന സന്ദർശനം നടത്തിയത്. മാസം തിരിച്ചുള്ള കണക്കുകളിൽ ഒക്ടോബറിലും നവംബറിലും ആഭ്യന്തര തീർത്ഥാടകരും ഡിസംബറിൽ വിദേശ തീർത്ഥാടകരുമാണ് കൂടുതലുണ്ടായിരുന്നത്. 24, ജിദ്ദ. ദുബായ് എമിറേറ്റ്സ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. ഇന്ത്യ, ശ്രീലങ്ക സ്വദേശികളാണ് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുൾപ്പെടെ ഇന്ത്യൻ, ശ്രീലങ്കൻ കോൺസുലേറ്റുകൾ നേതൃത്വം നൽകി. UAEയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന കൊളംബോ ഗവർണർ ഹാനിഫ് യൂസഫുമായി കൂടിക്കാഴ്ച നടത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിലുൾപ്പെടെ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പ്രതിസന്ധികൾ അതിജീവിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ കാണാൻ സാധിക്കുന്നതെന്ന് ഗവർണർ ഹാനിഫ് യൂസഫ് പറഞ്ഞു.
കൂടുതൽ ചർച്ചകൾക്കായി ലുലു ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു ടീം അടുത്തു തന്നെ ശ്രീലങ്ക സന്ദർശിക്കുമെന്ന് യൂസഫ് അലി വ്യക്തമാക്കി. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുള്ളവരെയും ചേർത്ത് നിർത്തുന്ന സാമൂഹിക സംഘടനകൾ കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് നടൻ ആര്യ. കഴിവുള്ളവരെ വേണ്ട സമയത്ത് തിരിച്ചറിയപ്പെടാതെ പോകുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ഇടപെട്ട് വ്യക്തികൾക്ക് കരുത്തും അവസരവും നൽകാൻ കഴിയുന്ന സംഘടനകളായി സാമൂഹിക കൂട്ടായ്മകൾ മാറണമെന്നും ആര്യ പറഞ്ഞു. പീപ്പിൾസ് ഫൗണ്ടേഷൻ തൃപ്രയാറിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ആര്യ. മാക് ഇന്റർനാഷണലിന്റെ വെൽ ഇന്റർനാഷണൽ എക്സോട്ടിക് സൂപ്പർ മാർക്കറ്റിന്റെ ജർമ്മനിയിലെ ആദ്യ ശാഖ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് നിയാസ് അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സാമൂഹിക വ്യാപാര പ്രവാസി സംഘടനാ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾ ഒരേ കേന്ദ്രത്തിൽ ലഭ്യമാക്കുന്ന സമഗ്രമായ റീറ്റെയിൽ മോഡലാണ് വെൽ സൂപ്പർ മാർക്കറ്റിനെ വ്യത്യസ്തമാക്കുന്നത്. ഫ്രഷ് മീറ്റ്, പഴങ്ങൾ, പച്ചക്കറികൾ, ഹലാൽ ഉൽപ്പന്നങ്ങൾ, ഫ്രോസൺ ഫുഡുകൾ, മസാലകൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള വിപുലമായ ഉൽപ്പന്ന ശ്രേണിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 2026 ജൂൺ 26-ന് താജ്മഹൽ സ്റ്റോർ.eu എന്ന യൂറോപ്പ് കേന്ദ്രീകൃത ഇന്റർനാഷണൽ ഗ്രോസറി കൊമേഴ്സ് പ്ലാറ്റ്ഫോമും ആരംഭിക്കും. ഡോക്ടർ മുഹമ്മദ് അലി കുനാരിയുടെ നേതൃത്വത്തിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും കൊമേഴ്സ് പ്ലാറ്റ്ഫോമും സംയോജിപ്പിച്ച് ശക്തമായ വിതരണ ശൃംഖല രൂപീകരിക്കാനാണ് കമ്പനിയുടെ ദീർഘകാല പദ്ധതി. നിലവിലെ വിപണി പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിലെ പ്രധാന നഗരങ്ങളിലേക്കും തുടർന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വേൾഡ് സൂപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണെന്ന് കമ്പനി അറിയിച്ചു. സ്റ്റുഡന്റ് വിസ ഫീസ് കുത്തനെ കൂട്ടിയതോടെ ഓസ്ട്രേലിയയ്ക്ക് റെക്കോർഡ് വരുമാനം. അപേക്ഷകൾ കുറഞ്ഞിട്ടും ഖജനാവ് നിറയുന്ന ഈ നീക്കം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്കയാകുന്നു. വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്ന് സംഗീത ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന സ്റ്റുഡന്റ് വിസ ഫീസ് വരുമാനം റെക്കോർഡ് ഉയരത്തിലെത്തി. പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം 2025 സ്റ്റുഡന്റ് വിസ അപേക്ഷാ ഫീസായി ഓസ്ട്രേലിയൻ സർക്കാർ ഏകദേശം $734 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ സമാഹരിച്ചു. ഇത് മുൻ വർഷത്തേക്കാൾ 41% വർധനവാണ്. ശ്രദ്ധേയമായ കാര്യം, സ്റ്റുഡന്റ് വിസ അപേക്ഷകളുടെ എണ്ണം കുറഞ്ഞിട്ടും സർക്കാരിന്റെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചതാണ്. 2025 അപേക്ഷകളുടെ എണ്ണം ഏകദേശം 13.6% കുറഞ്ഞിരുന്നു. എന്നാൽ വിസ ഫീസ് വർദ്ധിപ്പിച്ചതാണ് വരുമാന വർധനവിന് പ്രധാന കാരണം. 2024 $710 ആയിരുന്ന സ്റ്റുഡന്റ് വിസ അപേക്ഷാ ഫീസ് പിന്നീട് $1,600 തുടർന്ന് $2,000 ഉയർത്തിയിരുന്നു. ഇതോടെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്റ്റുഡന്റ് വിസ ഫീസുകൾ ഈടാക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഓസ്ട്രേലിയ മാറിയിട്ടുണ്ട്. റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന കണ്ടെത്തൽ, നിരസിക്കപ്പെട്ട സ്റ്റുഡന്റ് വിസ അപേക്ഷകളിൽ നിന്ന് മാത്രം സർക്കാർ $141 മില്യൺ സമാഹരിച്ചു എന്നതാണ്. അപേക്ഷ നിരസിക്കപ്പെട്ടാലും ഫീസ് തിരികെ ലഭിക്കാത്തതിനാൽ ഈ തുകയും സർക്കാർ വരുമാനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വിസ ഫീസ് വർധനയും ഉയർന്നുവരുന്ന നിരസിക്കൽ നിരക്കുകളും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക വിദ്യാഭ്യാസ സംഘടനകൾ ഉയർത്തുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ മേഖലയിലെ മത്സരക്ഷമതയെ ഈ മാറ്റങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്നത് വരും മാസങ്ങളിൽ കൂടുതൽ വ്യക്തമായേക്കും. സംഗീത ഗോപിനാഥ്, 24 ഓസ്ട്രേലിയ. UAE ഒരിക്കലും യുദ്ധത്തിന്റെ വക്താക്കളായിട്ടില്ലെന്ന് പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ്. എന്നും സമാധാനവും സ്ഥിരതയും പുലരണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സമാധാന കരാർ നിലവിലെ സാഹചര്യത്തിന് അന്ത്യം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അൻവർ ഗർഗാഷ് എക്സിൽ കുറിച്ചു. യുദ്ധം പൂർണ്ണമായി അവസാനിക്കുന്നതോടെ സാമ്പത്തിക മേഖലയിലടക്കം വലിയ നേട്ടമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UAE. സാമ്പത്തിക പാക്കേജുകൾ, പുതിയ പ്രഖ്യാപനങ്ങൾ, ഒപെക്കിൽ നിന്നുള്ള പിന്മാറ്റം എന്നിവ ഗുണകരമാകുമെന്നാണ് UAE കരുതുന്നത്. ഇന്ന് ലോക രക്തദാന ദിനം. ദുബായിൽ ഏറ്റവും അധികം തവണ രക്തദാനം നടത്തിയിട്ടുള്ളവരിൽ ഒരാളാണ് തൃശൂർ സ്വദേശി ഉണ്ണി പൊന്നാര. രക്തദാനം നടത്തുന്നത് ഒരു സംസ്കാരമായി മാറണമെന്ന് അദ്ദേഹം പറയുന്നു. ഇത് ഷിജിത് വിദ്യാസാഗർ. ഉണ്ണി പൊന്നാര എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. തൃശൂർ ചാവക്കാട് സ്വദേശി. രക്തദാനത്തിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ. 122 തവണയാണ് ഇദ്ദേഹം ആകെ രക്തം പകർന്നു നൽകിയിരിക്കുന്നത്.
ഇത് തുടങ്ങിയത് 1999 നമ്മുടെ ഫാമിലിയിൽ തന്നെ പെട്ട ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ ആ സമയത്ത് രക്തദാതാക്കളൊക്കെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും ആളുടെ ബ്ലഡ് ഗ്രൂപ്പും ഒരേ ഗ്രൂപ്പ് ആയതുകൊണ്ട് അന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഇവിടുന്ന് ജോലി സംബന്ധമായിട്ട് ഇവിടെ വന്നിട്ടും സ്ഥിരമായിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഇടവേളകളിൽ ആവശ്യങ്ങൾ വരുമ്പോൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ 2014 ബ്ലഡ് ഡൊണേഴ്സ് കേരള നാട്ടിലുള്ള ഒരു ടീമാണ് അതിൻ്റെ ഒരു UAE ഘടകം ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിഞ്ഞതും അതിനോട് ചേർന്ന് പ്രവർത്തിച്ചതും അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഇവിടെ ഇത് ലൈവായിട്ടുണ്ട്. ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ UAE ഘടകം വോളണ്ടിയറാണ് ഉണ്ണി. സർക്കാരിന്റെ പിന്തുണയോടെയും വിവിധ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയും നിരവധി ക്യാമ്പുകൾ BDK UAE നടത്താറുണ്ട്. രക്തദാനം ഒരു സംസ്കാരമായി മാറണമെന്ന് ഇദ്ദേഹം പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ രക്തം നൽകുന്നവരെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇക്കൂട്ടരുടെ എണ്ണം ഇപ്പോഴും ചെറുതാണ്. കാണുന്നവരൊക്കെ ഒരു വട്ടമെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ കൊടുത്തിട്ട് സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരാൾക്കാരുടെ ഒരു മാനസികാവസ്ഥ ഉണ്ട്. അതൊക്കെ പല സമയങ്ങളിലും നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവർ. കാരണം നമുക്ക് നേരിട്ട് കോളുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മളെ ബന്ധപ്പെടാം. ഫേസ്ബുക്കിൽ നമ്മളൊരു പേജുണ്ട്, ബ്ലഡ് ഡൊണേഴ്സ് കേരള UAE. അതുപോലെ ഇൻസ്റ്റയിൽ ടീം BDK UAE. ഇതിലേതെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യും. ഇതുപോലെയുള്ള മനുഷ്യർ എന്നും ഒരു മാതൃകയാണ്. കാരണം നമ്മളിൽ ഭൂരിഭാഗം പേരും എപ്പോഴെങ്കിലുമൊക്കെ രക്തം ഇങ്ങനെ ആവശ്യം വന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്തിൽ നെട്ടോട്ടമോടുമ്പോൾ ഇതുപോലെയുള്ള ആളുകളൊക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ ഇവർക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും രക്തം ആവശ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ മാത്രമാകരുത്, രക്തം ദാനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കൂടിയാകണം. ക്യാമറാമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്. പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.